الله وحده الصلاة والسلام على من لا نبي بعده. صحيح الترغيب وترهيب كتاب الصلاة لا تفصل. الترغيب في التأمين خلف الإمام وفي الدعاء وما يقوله في الاعتدال والاستفتاح. ഇമാമിന് പിന്നിൽ നിസ്കരിക്കുന്ന സമയത്ത് ആമീൻ പറയുന്നതും അതുപോലെ ഇഅ്തിദാലിലും ചൊല്ലുന്ന ദിക്ർ, അതുപോലെ ഇസ്തിഫ്താഹിൻ്റെ സമയത്ത് ചൊല്ലുന്ന ദിക്ർ, അതുപോലെയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ള അതിലേക്ക് പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളാണ് ഈ ഫസ്ൽ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഫസ്ലുകളിൽ നിസ്കാരത്തിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട സ്വഫ് നേരെയാക്കുന്നതും സ്വഫ് അടുപ്പിച്ച് നിൽക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നിസ്കാരത്തിലെ വാക്കുകൾ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഫസ്ലിൽ പറയുന്നത്. ഞങ്ങോട്ട് ഓരോ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓരോന്ന് വരുന്നത്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا قال الإمام غير المغضوب عليهم ولا الضالين فقولوا آمين فإنه من وافق قوله قول الملائكة غفر له ما تقدم من ذنبه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അഥവാ ഫാത്തിഹ പാരായണം ചെയ്ത് അത് പൂർത്തീകരിക്കുമ്പോൾ ഫഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ എന്ന് പറയുക. ആമീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് ഒരു അറബി ഭാഷയിൽ ഇസ്മു ഫിഅലാണ്. അല്ലാഹുമ്മ ഇസ്തജിബ്, അല്ലാഹു നീ ഉത്തരം ചെയ്യണമേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായിക, ആരുടെ ഈ വാക്ക് ആമീൻ എന്നുള്ള വാക്കാണോ മലക്കുകളുടെ വാക്കിനോട് യോജിച്ചു വരുന്നത്, മലക്കുകളും ആമീൻ പറയും, ഇതിനോട് യോജിച്ചു വരുന്നത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ അവന് പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ഇമാമിന് പിന്നിൽ നിസ്കരിക്കുമ്പോഴും അതല്ലാത്തപ്പോഴെല്ലാം പറയേണ്ടതാണ് ആമീൻ എന്നുള്ളത്. എന്നാൽ ഇമാമിനോട് പിന്നിൽ നിസ്കരിക്കുമ്പോൾ ഒരേ സമയം ആമീൻ എന്ന് പറയുമ്പോൾ മലക്കുകളും ആമീൻ പറയുന്നതിനോട് യോജിച്ചു വന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് കാണാം. വേറെ റിവായത്തിൽ, ബുഖാരിയിലെ റിവായത്തിൽ, ഇദാ ഖാല അഹദുക്കും ആമീൻ വഖാലത്തിൽ മലായികതു ഫിസ് സമാഇ ആമീൻ, നിങ്ങൾ ഇവിടെ ആമീൻ പറയുമ്പോൾ ആകാശ ലോകത്തെ മലക്കുകളും ആമീൻ പറയുന്നു. فوافقت إحداهما الأخرى غفر له ما تقدم من ذنبه, അത് മറ്റൊന്നിനോട് യോജിച്ചു വന്നാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. വേറെ റിവായത്തിൽ, ഇദാ അമ്മനൽ ഖാരിഉ ഫഅമ്മിനു, ഇമാം അഥവാ ഓതുന്നവൻ ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയുക എന്നും ഹദീസിൽ കാണാം. وعن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال ما حسدتكم اليهود على شيء ما حسدتكم على السلام والتأمين, ജൂതന്മാർ നിങ്ങളുടെ മേലെ അസൂയ വെച്ചതിൽ സലാം പറയുന്നതിലും അതുപോലെ ഈ ആമീൻ പറയുന്നതിലും പോലെ ഉള്ള വിഷയങ്ങളിൽ വെച്ചതിനേക്കാൾ മറ്റൊന്നിലും വെച്ചിട്ടില്ല എന്ന്. അഥവാ മുസ്ലിമീങ്ങളോട് ഏറ്റവും അധികം അസൂയ ഉണ്ടായിട്ടുള്ള വിഭാഗമാണ് ജൂതന്മാർ എന്നുള്ളത്. അത് അവർക്ക് ലഭിക്കാതെ പോയിട്ടുള്ള പല ഫضലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടതാവട്ടെ, ദീനിൻ്റെ മറ്റു പല കാര്യങ്ങളാവട്ടെ, ഓരോ കാര്യങ്ങളിലും അവർക്ക് വളരെയധികം മുസ്ലിമീങ്ങളോട് അസൂയുള്ളതാണ്, അവർക്ക് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ അവർ അസൂയ വെക്കുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ലഭിച്ചതിൽ അവർ ഏറ്റവും അധികം അസൂയ വെക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അസ്സലാം, പരസ്പരം സലാം പറയുക എന്നുള്ളത്, അതിൻ്റെ ഫضലും അതിൻ്റെ മഹത്വവും കൊണ്ടാണത്. അതുപോലെ തന്നെ വത്തമീൻ, ഒരുമിച്ച് ആമീൻ പറയുക എന്നുള്ളത് നിസ്കാരത്തിൽ. അതുപോലെ ഇമാം ആമീൻ പറയുന്ന സമയത്ത് മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്നത് ജൂതന്മാർ വളരെയധികം അസൂയ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന്. മറ്റൊരു സംഭവം കൂടി കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുക്കിറത് ഇൻദഹു അൽ യഹൂദ് ഫഖാല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജൂതന്മാരെ പറ്റി പരാമർശിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ലം യഹ്സുദൂന അലാ ഷൈഇൻ കമാ ഹസദൂന അലൽ ജുമുഅത്തി, അവർ നമ്മുടെ മേലെ അസൂയ വെച്ചിട്ടില്ല ഏതിൽ വെച്ചതുപോലെ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത് ഒന്ന് ജുമുഅയുടെ വിഷയത്തിൽ, അല്ലതി ഹദാനല്ലാഹു ലഹാ വദല്ലു അൻഹാ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ജുമുഅ പ്രത്യേകമാക്കി തന്നു, അവർക്ക് നൽകാതെ. വഅലൽ ഖിബ്ലത്തി അല്ലതി ഹദാനല്ലാഹു ലഹാ,
നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ഖിബ്ല കഅബ വദല്ലു അൻഹ അവർക്ക് നൽകിയിട്ടില്ല. വഅലാ ഖൗലിനാ ഖൽഫൽ ഇമാം ആമീൻ, നമ്മൾ ഇമാമിന്റെ പിന്നിൽ ആമീൻ പറയുക എന്നുള്ളത്. ഈ കാര്യങ്ങളിലൊക്കെ ജൂതന്മാർ ഏറ്റവും അധികം മുസ്ലിമീങ്ങളോട് അസൂയ വെക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ജുമുഅയുടെ ഫضല് വളരെ വലുതാണ്. അത് അവർക്കും അറിയാം, യൗമുൽ ജുമുഅക്ക് ആഴ്ചയിൽ എത്ര ഫضലുണ്ട് എന്നുള്ളത്. എന്നാൽ അത് അവർക്ക് നൽകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തായ നമുക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെച്ചതാണ്. അതുപോലെ തന്നെ ഖിബ്ല, നമ്മുടെ ഖിബ്ല കഅബയായത്, ആദ്യ ഭവനം, അള്ളാഹുവിനെ ആരാധിക്കപ്പെടാൻ നിർമ്മിച്ച ആദ്യ ഭവനമായ കഅബയാക്കി തന്നത്. അതുപോലെ തന്നെ ഇമാമിന്റെ പിന്നിൽ ആമീൻ പറയുക എന്നുള്ളത്. മറ്റൊരു റിവായത്തിൽ അൻ സമുറത്ത് ബിൻ ജുൻദബ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം إذا قال الإمام غير المغضوب عليهم ولا الضالين فقولوا آمين يجيبكم الله. ഇമാം വലല്ലാലീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആമീൻ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ആമീൻ പറയും എന്ന്, ആമീന്റെ അർത്ഥം തന്നെ അല്ലാഹു മുസ്തജിബ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് ഉത്തരം ചെയ്യും. മറ്റൊരു റിവായത്തിൽ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ സ്വല്ലൈതും ഫഅഖീമു സുഫൂഫക്കും വൽ യഉമ്മക്കും അഹദുക്കും ഫഇദാ കബ്ബറ ഫകബ്ബിറു വഇദാ ഖാല, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ സഫ് നേരെയാക്കുക, നിങ്ങളിൽ ഒരാൾ ഇമാമായി നിൽക്കുമ്പോൾ ആ ഇമാം തക്ബീർ ചൊല്ലുമ്പോൾ നിങ്ങളും തക്ബീർ ചൊല്ലുക. അങ്ങനെ ഇമാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ ഫഖൂലു ആമീൻ യുജിബുക്കുമുല്ലാഹ്, നിങ്ങൾ ആമീൻ പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് കാണാം. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.